ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡോഗ്സിൻ്റെ വീഡിയോ ആണ്. ഡോഗ്സിൽ തന്നെ ടോയ് ബ്രീഡിൽ ഷിറ്റ്സുവിനെ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒത്തിരി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ അടുത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. നമുക്ക് ഏകദേശം ഇവിടുന്ന് പുള്ളിയുടെ അടുത്തേക്ക് ഒരു 3 മണിക്കൂർ നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് പോകാനുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പുള്ളിയോട് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇന്ന് എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ആയൂർ എന്ന സ്ഥലത്താണ്. ആയൂർ ആകർഷ് ഫാമിലാണ്. അവിടെ മെയിനായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നത് പോലെ തന്നെ ഷിറ്റ്സുവിൻ്റെ ഫാമാണ്. മെയിനായിട്ട് പുള്ളി ചെയ്യുന്നത് ഷിറ്റ്സു ആണ്. അപ്പോൾ നമുക്ക് ഈ ബ്രോനെ പരിചയപ്പെടേണ്ട ഒരാളാണ്. അപ്പോൾ നമുക്ക് ബ്രോനെ പരിചയപ്പെടാം. ബ്രോ ഒന്ന് പരിചയപ്പെടുത്തി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. നമസ്കാരം, എൻ്റെ പേര് ആകർഷ്. ഞാൻ കൊല്ലം ജില്ലയിൽ ആയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് ബ്രീഡ് ചെയ്യുന്നത് ഡോഗ്സിൽ ഷിറ്റ്സുവിനെയാണ് മെയിനായിട്ട് ബ്രീഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും എല്ലാ വെറൈറ്റീസിലുള്ള ഷിറ്റ്സൂസ് ഇപ്പോൾ ഫാമിൽ അവൈലബിൾ ആണ്. ഷിറ്റ്സു കൂടാതെ നമുക്ക് വേറെ ഡോഗ്സ് ഏതൊക്കെയുണ്ട്? ഷിറ്റ്സു കൂടാതെ ഇവിടെ ഇപ്പോൾ സൈബീരിയൻ ഹസ്കി ഉണ്ട്, നോർമൽ പൊമറേനിയൻ ഉണ്ട്, പഗ്ഗുണ്ട്. അതൊക്കെ നമ്മൾ എല്ലാം ബ്രീഡ് ചെയ്യുന്നതാണ്. ബീഗിളുണ്ട്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഷിറ്റ്സു ആണ്. ഷിറ്റ്സുവിൻ്റെയിലാണ് നമ്പർ കൂടുതൽ. ഒരു മോർ ദാൻ 5 മെയിൽസ് ഉണ്ട്. ഫീമെയിൽസ് വരുമ്പോഴത്തേക്ക് 20+ ഫീമെയിൽസ്, 20 മേലെ ഫീമെയിലുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ലിറ്ററും ഉണ്ടാവും. ഓക്കെ. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ വേറെ ടെറസിൽ ഇവർ ചെയ്യുന്ന വലിയൊരു പരിപാടിയുണ്ട്. പക്ഷേ നമ്മുടെ ഫിഞ്ചസിൻ്റെ ഒരു ഏകദേശം 1000 പെയർ ഉണ്ടെന്നോ, ബ്രീഡിംഗ് പെയർ ഉണ്ട്. 1000 മേലെ ബ്രീഡിംഗ് പെയർ ഇൻഡിവിജ്വലി. അപ്പോൾ നമുക്ക് ഒരു ഷിറ്റ്സു പപ്പീനെ അല്ലെങ്കിൽ ഡോഗിനെ വളർത്തുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് ഈ ബ്രോഡ് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ ഷിറ്റ്സുവിൻ്റെ? ഈ ഷിറ്റ്സു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു ചൈനീസ് ബ്രീഡാണ്. ഓക്കെ. തായ്ലൻഡിലാണ് ഇത് മെയിനായിട്ട്. ഇപ്പോൾ ആൾക്കാർ കൂടുതലും തായ്ലൻഡ്, മലേഷ്യയിലൊക്കെയാണ് ഇതിനെ ശരിക്കും വേൾഡിൽ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഷിറ്റ്സു ഒരു ബ്രീഡിനെ നമ്മൾ എന്തിനാണ് ഈ ഒരു ബ്രീഡിനെ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റത്തെ ഒരു കാര്യം. കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതൊരു ടോയ് ബ്രീഡാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു 90% ആൾക്കാർക്ക് വീട് ചെറിയ ഏരിയയിലോട്ട് മാറുക. 5 സെൻറ്റ്, 3 സെൻറ്റ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജൈൻറ്റ് ബ്രീഡ് ഡോഗിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ എല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്. അത്രയും വലിയ ബ്രീഡുകളെ ഒന്നും ഒരിക്കലും കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഷിറ്റ്സു എന്ന് പറയുമ്പോഴത്തേക്കുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരാളുടെ കയ്യിൽ കൈമാറി കൊടുക്കണമെങ്കിലും ഇത് അത്ര അഗ്രഷൻ ഡോഗ് അല്ല. നമ്മളോട് നല്ല കമ്പാനിയൻ ഡോഗ് ആണെങ്കിൽ പോലും വളരെ പെറ്റ് ഡോഗാണ് ഇത്. നമുക്ക് എല്ലാ സിറ്റുവേഷനിലും ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫ്ലാറ്റിലാണെങ്കിലും അതല്ലാണ്ട് അപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും നമുക്ക് കോമ്പൗണ്ട് കുറച്ച് സ്ഥലം മതി. കുറച്ച് സ്ഥലം തൊട്ട് എത്ര സ്ഥലം വരെ വേണമെങ്കിലും നമുക്കിതിനെ സുഖമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഇതിൽ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട 1-2 കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റിൽ വിത്തൗട്ട് സർട്ടിഫിക്കേഷൻ, വിത്ത് സർട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ പറയുന്നുണ്ട്. ശരിക്കും നമ്മളൊരു ഡോഗ്സിനെ എടുക്കുമ്പോൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോഗിനെ എടുക്കാവൂ. നിങ്ങൾ വീട്ടിൽ വളർത്താനാണെങ്കിലും നിങ്ങൾ ബ്രീഡിംഗ് പർപ്പസിനാണെങ്കിലും നമ്മുടെ ഇവിടെ ഡോഗ്സ് എല്ലാ ഡോഗ്സും സർട്ടിഫൈഡ് ആണ്. ഈ വിത്തൗട്ട് സർട്ടിഫിക്കേഷൻ ഒരു ഡോഗ്സും ഇല്ല. ശരിക്കും വിത്ത് സർട്ടിഫിക്കേഷൻ ഡോഗ്സ് വരുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കേഷൻ്റെ പ്രോസസ്സിങ് ഫീ എന്ന് പറഞ്ഞാൽ ബിലോ 1000 റുപ്പീസേ വരുന്നുള്ളൂ. സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും പാരൻസിൻ്റെ കുട്ടിക്ക് ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാനായിട്ട് ബിലോ 1000 റുപ്പീസേ വരുന്നുള്ളൂ. പക്ഷേ മാർക്കറ്റിൽ റേറ്റ് പറയുമ്പോൾ ആൾക്കാർ പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10,000-ൻ്റെയൊക്കെ വേരിയേഷൻ പറയും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഷിറ്റ്സുവിൻ്റെ ലാസാപ്സയുടെയും ക്രോസ് നമ്മുടെ കേരള മാർക്കറ്റിൽ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഈ ലാസാപ്സൊക്കെ ആക്ച്വലി ഒരു നോർമൽ വിത്തൗട്ട് സർട്ടിഫിക്കേഷനൊക്കെ ഒരു 6,000 റുപ്പീസ് മാത്രമേ അതിന് പപ്പിക്ക് റേറ്റ് വരുന്നുള്ളൂ. അതിനെ ഷിറ്റ്സുവിൻ്റെ മേലോട്ട് ക്രോസ് ചെയ്തിട്ട് ഷിറ്റ്സുവിൻ്റെ പ്രിൻ്റുള്ള പപ്പീസിനെ സെയിൽ ചെയ്യുകയാണ്. വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാണ് ആളുകൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ വരുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഷിറ്റ്സു നോക്കുമ്പോൾ അറിയാം, ഇത് വളരെ പഞ്ച് ഫേസ് ആയിരിക്കും. ഇതിൻ്റെ നോസ് വളരെ ചെറുതായിരിക്കും. ഈ പപ്പി സെയിലിനുള്ളതാണോ?
ഇത് സെയിലിനുള്ള ഇത് എൻ്റെ പേഴ്സണൽ പർപ്പസിനായിട്ട് ഞാൻ എടുത്തതാണ്. 2 സൈഡ് ഇമ്പോർട്ടിന്റെ ഇത് ഫീമെയിൽ ആണ്. ഇതിപ്പോ ഒരു 45 ഡേയ്സ്. നല്ല ഫറുണ്ട് കേട്ടോ, നല്ല ഹെയറി ആയിട്ടുള്ള പപ്പിയാണ്, നല്ല പഞ്ച് ഫേസും നല്ല ക്യൂട്ടാണ് കേട്ടോ ഇവനെ കാണാനായിട്ട്. ഇത് 2 സൈഡ് ഇമ്പോർട്ടിന്റെ മോളാണ്. അതെല്ലേ? ഇതിന്റെ ഫാദർ മദർ ഇവിടെ തന്നെയാണ്? ഇല്ല, ഇത് ഞാൻ പുറത്തുനിന്ന് എടുത്തത്. അത് നമ്മൾ 2 സൈഡൊക്കെ ഇമ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആണ്. നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റിൽ അത് പോകാനൊരു ഇത് എൻ്റെ പേഴ്സണൽ പർപ്പസിന് നിർത്തിയേക്കുന്നതാണ്. ഇതേ കളർ പ്രിന്റ് ഉള്ള പപ്പീസ് അവൈലബിൾ ആണ്. ഞാൻ പെഡിഗ്രി നോക്കിയിട്ട് ഒരു പപ്പി ആഡ് ചെയ്തതേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഔട്ട് സൈഡിൽ നിന്ന് പപ്പീസിനെ എടുത്ത് ബ്ലഡ് ലൈൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ എന്തായാലും പേരൻസിന്റെ ബ്ലഡ് ലൈൻ മാറ്റിക്കൊണ്ടിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്സലന്റ് പപ്പീസാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബ്ലഡ് ലൈൻ മാറ്റിയാലാണ് നല്ല റിസൾട്ടുള്ള പപ്പീസ് കിട്ടുള്ളൂ. കൊണ്ടുപോകുന്നവർക്കും അതിൽ മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അതിൻ്റെ ഹെയർ ക്വാളിറ്റിയും അതിൻ്റെ ആ ഒരു അപ്പിയറൻസ് ഒക്കെ വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ നമ്മളെപ്പോഴും സെയിം ബ്ലഡ് ലൈൻ ബെറ്റർ അല്ല. നമുക്ക് ഇവിടെ എത്ര ഫീമെയിൽസ് ഉണ്ട്? എൻ്റെ കയ്യിൽ അഡൽട്ടായിട്ട് തന്നെ ഒരു 25 ഫീമെയിൽസ് ഉണ്ട്. 25 ഫീമെയിൽസ് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. നമുക്കിവിടെ പപ്പീസിന് ക്ഷാമമില്ലല്ലോ, എല്ലാ മന്ത്ലി ലിറ്റർ എല്ലാ പ്രാവശ്യവും. പിന്നെ ഇവിടെ ബുക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു, അഡ്വാൻസ് ബുക്ക് ചെയ്താണ് പപ്പീസ്. അതുപോലെ നമുക്കിവിടെ സ്റ്റഡ് സർവീസും അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ഈ ഷിറ്റ്സുവിൻ്റെ സ്റ്റഡ് മെയിൽസിനെ പുള്ളി കീപ്പ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ലൈനേജ് മെയിൽസ് ഇവിടെ ഉണ്ട്, നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതെ, 5 മെയിലുണ്ട്. 5 മെയിൽ. അത് പ്രിഫറൻസ് അനുസരിച്ച് ചെയ്തു കൊടുക്കും. അതുപോലെ നമ്മളിപ്പോൾ സർട്ടിഫൈഡ് ഫീമെയിൽസിനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ട് ഇവിടെ? മെയിൽ സർട്ടിഫൈഡ് അല്ലേ ഇവിടെ മെയിൽസ്? അത് ഞാൻ ഇവിടെ എടുക്കുന്ന എല്ലാ സ്റ്റഡുകളും വിത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഫീമെയിൽസിന്റെ മാത്രമേ സ്റ്റഡ് എടുക്കുള്ളൂ. വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് എടുക്കത്തില്ല. വിത്ത് സർട്ടിഫിക്കറ്റ് പാരന്റിന്റെ മദറിന്റെ സർട്ടിഫിക്കറ്റ് കണ്ട് അത് നല്ല ലൈനാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് സ്റ്റഡ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിക്കാനായിട്ടാണെങ്കിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി നല്ല പപ്പീസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. പുള്ളീനെ കോൺടാക്ട് ചെയ്ത് എല്ലാ രീതിയിലുള്ള ഡീറ്റെയിൽസും ഈ പപ്പീസിന്റെ പുള്ളി പറഞ്ഞു തരും. അതിന് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിന് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പപ്പി സ്റ്റേജ് തൊട്ട് ഇത് അഡൽട്ട് ആ സ്റ്റേജ് വരെ മാക്സിമം നമുക്ക് വരുന്ന ഒരു ഫുഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസം മാക്സിമം 3 kg ഡ്രൈ ഫുഡ് മാത്രമേ ഇവർ കഴിക്കുള്ളൂ. മാക്സിമം ആണ് ഞാൻ പറഞ്ഞത്. ഇതിൽ കൂടുതൽ കഴിക്കില്ല. ചോറ് ചിക്കൻ അത്ര പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമല്ല. വീക്കിലി ഒക്കെ ഒരു ദിവസം കൊടുക്കാം. ഡെലിവറി ആയി കിടക്കുന്നവർക്ക് ചോറും ചിക്കനും വെജിറ്റബിൾസും കൊടുക്കാറുണ്ട്. ഞാൻ ചിലവർ പറഞ്ഞേക്കുന്നത് ഫിഷ് നല്ലതാണ്. ഫിഷ് നല്ലതാണ്. ഫിഷ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഫിഷ് എന്ന് പറഞ്ഞാൽ മത്തി. അത് ഹെയറിന് omega-3 ഫാറ്റി ആസിഡ്സ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഹെയർ കോട്ടിന് വളരെ നല്ലതാണ്. പിന്നെ ഇവർക്കുള്ള മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് 3 നേരം ഫീഡ് ചെയ്യുന്നു. ഇത് 1 മാസം ഡോഗ് ആണോ? അങ്ങനെ എല്ലാവരുമായിട്ടും നല്ല എല്ലാവരുമായിട്ടും മിങ്കിള. നമ്മൾ വളർത്തുന്ന അനുസരിച്ചിരിക്കും. വെറുതെ കൂട്ടിനകത്തിട്ട് കടിക്കോ നമ്മളെ? കടിക്കും. അങ്ങനെ പുറത്തുനിന്ന് ഒരാൾ വന്ന് അതിന്റെ ഓണറെ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെതായ രീതിയിൽ അത് പ്രതികരിക്കും. സൈസ് ചെറുതാണെങ്കിലും അവർക്കുള്ള കടിയൊക്കെ നല്ല കടിയൊക്കെ കിട്ടും. കിട്ടിയിട്ടുണ്ടോ? നമുക്കങ്ങനെ നമ്മൾ വളർത്തുന്നതിൽ കടി കിട്ടിയിട്ടില്ല. സ്റ്റഡിന് വരുന്നതൊക്കെ ചിലപ്പോൾ ഈ പപ്പീസ് ഉണ്ടാവുന്ന സമയത്ത് ബ്രോ ഡെലിവറി എടുക്കുന്ന സമയത്ത് അങ്ങനെ വയലന്റ് ആവുമോ അവര്? ഇല്ല. അതെ, ഞാൻ എല്ലാ അഡൽട്ട് ആയിട്ടുള്ള ഒരു ഡോഗ്സിനെയും ഞാനിവിടെ മെയിൻറ്റെയിൻ ചെയ്യും. എന്നുവെച്ചാൽ അഡൽട്ട് ആയി നിൽക്കുന്ന ഒരിടത്തു നിന്ന് ഒരിക്കലും മേടിച്ചുകൊണ്ടൊന്ന് ഞാൻ ഫാമിലേക്ക് ഇതുപോലെ എടുത്ത് നിർത്തി 18 മാസം തൊട്ട് 2 വർഷം വരെ നിർത്തി. എത്ര വയസ്സിൽ ബ്രീഡ് ചെയ്യിക്കുന്നത്? ഇത് ആക്ച്വലി ഒരു 7 മന്ത് 6 മന്ത് 7 മന്ത് ആകുമ്പോൾ ഫസ്റ്റ് ഹീറ്റ് കാണിക്കും. നമ്മൾ ഫസ്റ്റ് ഹീറ്റിൽ ചെയ്യാൻ പാടില്ല. സെക്കൻഡ് ഹീറ്റ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാര്യം എന്ന് പറഞ്ഞാൽ ടോയ് ബ്രീഡ് അല്ലേ. സർട്ടിഫിക്കറ്റ് കിട്ടണേന് എന്തോ സെക്കൻഡ് ബ്രീഡ് 1.5 വർഷം കഴിഞ്ഞാൽ 18 മാസം കഴിഞ്ഞ് മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് എഴുതാൻ പറ്റുള്ളൂ. അതായത് ഈ അഡൽട്ട് ആയി കഴിയുമ്പോഴത്തേക്കും 18 മാസം കഴിഞ്ഞാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് നമുക്ക് അത് മെയിലിനെ സ്റ്റഡി ചെയ്യുന്നതാണെങ്കിലും ഫീമെയിലിനെ ഇത് ചെയ്യുന്നതാണെങ്കിലും ബ്രീഡ് ചെയ്യിക്കുന്നതാണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ ഇവർക്ക് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ ചിക്കനും റൈസും ഇഷ്ടമാണ്. പക്ഷെ അത് ഒരുപാട് കൊടുക്കാൻ പാടില്ല. കാര്യം ഇവരുടെ മുഖത്തൊക്കെ ഒരുപാട് ഇതുപോലെ പറ്റിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവരുടെ മെയിൻ്റെനൻസ് എങ്ങനെയാണ്? മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ എത്ര മാസത്തിൽ എത്ര തവണ ക്രോപ്പ് ചെയ്യേണ്ട വരും ഇവരെ? മീൻസ് നമുക്ക് ഗ്രൂം ചെയ്യേണ്ട ഒരു 3 ദിവസം കൂടുമ്പം കോംബ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇതിൽ ഇവരുടെ ഹെയറിന്റെ എഡ്ജ് കട്ടി പിടിക്കും, കെട്ട് വീഴും, ഉടക്ക് പോലെ വീഴും. അത് വരാതെ ഇരിക്കാൻ നമ്മൾ 3 ദിവസത്തിൽ ഒരിക്കലും ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു
ക്രോപ്പ് ചെയ്യുന്നത് ഓരോരുത്തരുടെ കണ്ണിൻ്റെ ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് ഇതിന് ക്രോപ്പ് ചെയ്യുന്നതേ ഇഷ്ടമല്ല. ഫുൾ ഹെയറിൽ അങ്ങനെ നല്ല ചൂടുള്ള സമയങ്ങളിൽ ക്രോപ്പ് ചെയ്ത് നിർത്തണല്ലേ നല്ലത്. ഞാനിവിടെ എല്ലാവരെയും ക്രോപ്പ് ചെയ്ത് നിർത്തിക്കുന്നത്. ഈ കിടക്കുന്ന ഫീമെയിലിനെയും ഞാൻ ക്രോപ്പ് ചെയ്ത് നിർത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറി ഉള്ളപ്പോൾ ഇവർക്ക് ഡെലിവറി ടൈമിൽ ഇവരുടെ ബോഡിയിൽ നിന്ന് കുറച്ച് ബ്ലഡും കാര്യങ്ങളൊക്കെ ലോസ് ആകുമ്പോൾ ഇവരുടെ ഹെയറിൽ പറ്റി ആ സമയത്ത് നമുക്ക് കുളിപ്പിക്കാൻ പറ്റില്ല. കാര്യം ഡെലിവറി കഴിഞ്ഞ് ഒരു 90% നൈറ്റില്ല, മിഡ് നൈറ്റില്ല ഡെലിവറി ആകുന്നത്. അപ്പോൾ ഇവരുടെ ഡെലിവറി ടൈമും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം ഇവർക്കുടെ ഫേസ് ഇത്രയും പഞ്ചാവുന്നുണ്ട്. നോർമലി ലിറ്റർ എടുക്കാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ തന്നെ കൂടെ നിൽക്കണം. നമ്മളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു ഓണേഴ്സ് അടുത്തുണ്ടെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസാണ്. ഇതൊരു ബ്രീഡ് ചെയ്ത് ഇപ്പം ഫീമെയിലിൻ്റെ നമ്പർ ഇത്രയും കൂടുതലാണെന്നത് ഈസി ബ്രീഡിങ് അല്ല. ഫീമെയിലിനെ ബ്രീഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാര്യം നമ്മൾ കൂടെ നിന്ന് ഓരോ പപ്പീസിനെയും നമ്മൾ കെയർ ചെയ്തെടുത്ത് അതിനെ വൈപ്പ് ചെയ്ത്, അതായത് നമ്മുടെ ഒരു മനുഷ്യന്റെ കുഞ്ഞിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പണിയാണ്. നല്ല ജോലിയാണ്. നല്ല ജോലി. ഇത്രയും ഇവിടെ ഫീമെയിൽസ് ഇത് കൂടുതലും നൈറ്റ്സിലാണ്. സ്റ്റഡ് ചെയ്തിട്ട് നമ്മൾ 56ാമത്തെ ദിവസം 60 days ആണ് ഇവരുടെ പിന്നെ കൺസീവിങ് ടൈം. പക്ഷേ നമുക്കൊരു 5 ദിവസം മുന്നോട്ടും 5 ദിവസം പിന്നോട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് 56ാമത്തെ ദിവസം തൊട്ട് നമ്മൾ 24 hours ഉറക്കം നിൽക്കണം. നല്ല പണിയാണ്. 24 hours ഉറക്കം നിൽക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്നും മാടിപ്പോണ സമയത്ത് മാർക്കറ്റ് ഉള്ളത് കൊണ്ട് കഷ്ടപ്പെടുന്നതിനുള്ള മൂല്യം നമുക്ക് ഇവർക്ക് കിട്ടും അല്ലേ? നല്ല മാർക്കറ്റ് ഉണ്ടല്ലോ. പൊതുവെ എല്ലാവർക്കും നല്ല ക്യൂട്ടായിട്ടുള്ള ഡോഗ് അല്ലേ. ഇപ്പോൾ ടോയ് ബ്രീഡിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബ്രീഡ് തന്നെയാണ് ഈ നമ്മുടെ ആളുകൾ കൂടുതൽ ഈ ഷിറ്റ്സുവിനെ ഇപ്പം ടോയ് പോം ഉണ്ട്, ബീഗിളുണ്ട്, അപ്പോൾ പല ബ്രീഡുകളുണ്ടെങ്കിലും ഷിറ്റ്സുവിന് ഇത്രയും മാർക്കറ്റ് വരാൻ കാര്യം ഒന്ന് ഭയങ്കര ക്യൂട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതെ ഇത് നമുക്ക് ബെഡിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അത്രയും ഇവർക്ക് ഹെയർ കോമ്പ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഹെയർ കുറവായിരിക്കും, മീൻസ് പൊഴിയണത് കുറവായിരിക്കും അല്ലേ? ഈ ഹെയർ ഈ മോൾട്ടിങ് സീസൺ എന്ന് പറയുന്നൊരു സമയം, മോൾട്ടിങ് ടൈം അത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാം ഉണ്ട്. ഒരു സമയത്ത് ഇവരുടെ ഹെയർ പൊഴിഞ്ഞ് ഒരു മെച്ചുവേർഡ് ആകുമ്പോൾ കുറച്ച് പുതിയ ഹെയറുകൾ കളിക്കും. ഇത് മാത്രമല്ല, ചൂട് സ്ഥലത്ത് കിടക്കുന്ന ഡോഗ്സിന് ഹെയറിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ തണുപ്പ് കൂടുമ്പോഴാണ് ഇവർക്കുള്ള സ്കിന്നിൽ കൂടുതലും തണുപ്പ് രാജ്യങ്ങളിലുള്ളതാണ്. പക്ഷേ ഇവരെ നമ്മൾ തണുപ്പത്ത് മെയിൻറ്റെയിൻ ചെയ്താൽ കുറച്ചും കൂടെ നല്ല എന്ന് കരുതി പിന്നെ നമ്മുടെ നോർമൽ ക്ലൈമറ്റിൽ താമസിക്കില്ല, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായതാണ്. അങ്ങനെ ഒരു വിഷയങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ, ഇന്ത്യയിലെ ക്ലൈമറ്റിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചെറുപ്പത്തിലെ പപ്പീസിനെ എടുത്ത് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് കുഴപ്പമില്ല, അവിടെ അവർ വളർന്നോളൂ, ഒരു വിഷയമില്ലാതെ വളർന്നോളൂ അല്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജാനുവരി ഇപ്പൊ ജാനുവരി സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചൂട് കൂടുതലാണ്. അപ്പം ഈ ഫെബ്രുവരി കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഇലക്ട്രോലൈറ്റ് സപ്ലിമെന്റുകളുണ്ട്. അത് വെള്ളത്തിൽ കൊടുക്കണം. ഇലക്ട്രോലൈറ്റ് അത് ചൂട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ കോഴികൾക്കും കൊടുക്കുന്നുണ്ട്. ബേർഡ്സിനും ഉണ്ട്. ഇത് ഡോഗ്സിനായിട്ട് ഇൻഡിവിജ്വലി വരും. അപ്പൊ അത് സിറപ്പ് ഫോമിൽ വന്നിട്ട് അത് നമ്മൾ ഇവർക്ക് കുടിക്കുന്ന വെള്ളത്തിൽ കൊടുക്കാം. പിന്നെ ഡ്രൈ ഫീഡ് ഞാനിവിടെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോയൽ ക്യാൻ ഉള്ള സമയത്ത് റോയൽ ക്യാൻ ആയിരുന്നു ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റോയൽ ക്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടുക, അതുകൊണ്ട് ഇപ്പോൾ N90 ആണ് ഫീഡ് ചെയ്യുന്നത്. നമ്മൾ ഈ ചെറിയ നമ്മുടെ പിള്ളേരുടെ ഒപ്പം ഇവരെ ഇട്ട് വളർത്തുന്നതിൽ എന്താ പറയുന്നത്? കുഞ്ഞുങ്ങളുടെ ഫോണിന്റെ അഡിക്ഷൻ കുറയും. അത് തന്നെ കുഞ്ഞുങ്ങളുടെ ഫോണിന്റെ അഡിക്ഷൻ തന്നെ മോളുടെ ഒപ്പം തന്നെയാണ് വളരുന്നുള്ളൂ അല്ലേ? എല്ലാവരും ഓപ്പൺ ആയിട്ട് തുറന്നിട്ടാണ് വളർന്നത്. എൻ്റെ മോള് ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കായി നിൽക്കുമ്പോൾ ഫോണാണ് അത്യാവശ്യം വേണ്ടത്. ഇതിനെ തുറന്നു വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരെ തുറന്നു വിട്ടു കൊടുത്താൽ ഒത്തിരി കുഞ്ഞുങ്ങള് സ്നേഹിക്കാൻ പഠിക്കല്ലേ? അതെ നന്നായിട്ട് ഇപ്പൊ എല്ലാവരും പഠിക്കുന്നു. പപ്പീസിന്റെ ഒപ്പം തന്നെ പിള്ളേർ വളരണം. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, പപ്പീസിന്റെ ഒപ്പം വളർന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റി പവറും കൂടുതലായിരിക്കും. അല്ല, കാര്യം നമ്മൾ ഇതിനെല്ലാത്തിനും വാക്സിനേറ്റ് ചെയ്തതാണ്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പപ്പീസിനെ കൊടുക്കുന്നത്, ഞാൻ വാക്സിനേഷൻ ചോദിക്കുന്നവർക്ക് വാക്സിനേഷൻ ചെയ്ത് കൊടുക്കും. വാക്സിനേഷൻ ഏതൊക്കെ വാക്സിനാ ചെയ്യുന്നത്? ഇതില് 8 ഡിസീസ് വാക്സിൻ ഉണ്ട്, 10 ഡിസീസ് വാക്സിൻ, 11 ഡിസീസ് വാക്സിൻ, അങ്ങനെ എടുക്കുന്നത്. അപ്പം ഈ 11 ഡിസീസ് വാക്സിൻ ആണ് ഞാൻ സാധാരണ ഇവിടെ പാരന്റ്സിനെല്ലാം കീപ്പ് ചെയ്തേക്കുന്നത്. അത് വൺ ടൈം ആണ്, അത് ബൂസ്റ്റ് ചെയ്തണം. 21 ഡേയ്സ് കൂടുമ്പോഴത്തേക്ക് ആദ്യം 45 ഡേയ്സിൽ വാക്സിനേഷൻ ചെയ്യണം. അത് കഴിഞ്ഞ് 21 ഡേയ്സിൽ ചെയ്യണം. ആ 21 ഡേയ്സ് തൊട്ട് അടുത്ത 21 ഡേയ്സിൽ, അങ്ങനെ 3 ബൂസ്റ്റർ എടുക്കണം. പിന്നെ ഇയർലി എടുക്കണം. പിന്നെ 90ാമത്തെ ദിവസം വരുമ്പോഴത്തേക്ക് ആന്റി റാബിസിന്റെ വാക്സിൻ എടുക്കണം. പപ്പീസിനെ കൊടുക്കുന്നതിന് മുമ്പ് മിനിമം ഒരു 2 ഡീവോമിങ് എങ്കിലും ഞാൻ ചെയ്തായിരിക്കും വേറെ ഇളക്കുന്നത്. അതെ, ഡിവോമിങ് നമ്മൾ 2 മെഡിസിനിലായിരിക്കും
ചെയ്യുന്നത്. ചിലപ്പോൾ ഓറക്സ് ചെയ്യും, ചിലപ്പോൾ ബാൻഡി പ്ലസ് ചെയ്യും. അത് മാറ്റിയേ കൊടുക്കുന്നത്, മിക്സ് ചെയ്തല്ല കൊടുക്കുന്നത്. ഈ പ്രാവശ്യം കൊടുക്കുന്നതല്ല അടുത്ത പ്രാവശ്യം കൊടുക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ റോംസ് കറക്റ്റ് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെ ഇപ്പോൾ ചില പപ്പീസിനാണെങ്കിൽ എത്ര തവണ ഫീഡ് ചെയ്യും? പപ്പീസിനൊക്കെ ആണെങ്കിൽ ഒരു 2 hours അല്ലെങ്കിൽ 3 hours വിട്ട് ഫീഡ് ചെയ്യും. ഒരുപാട് കൊടുക്കുന്നത് നമ്മൾ മെയിനായിട്ട് പ്രിഫറൻസ് കൊടുക്കുന്ന ഇതിനാണ് ഫീഡിൽ ഞാൻ ഒരു 35 days വരെ പിന്നെ ഇവർക്ക് പിന്നെ അമ്മയുടെ പാല് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് മിൽക്ക് ഫീഡ് ചെയ്യത്തില്ല. ഞാൻ പാരൻസിനെയാണ് ഫീഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പാരൻസിന് പിന്നെ ഡെലിവറി ചെയ്ത് കിടക്കുന്ന സമയത്ത് അവർക്ക് ചിക്കൻ അതൊക്കെ എപ്പോഴും കൊടുക്കും. ചിക്കനോ ബീഫോ എന്താണെന്ന് വെച്ചാൽ ഒരു മീറ്റ്, അതുപോലെ തന്നെ ഡെയിലി ഒരു എഗ്ഗ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് മദറിന് ഒരിക്കലും പാലിൽ കുറവ് വരില്ല. പിന്നെ ഒരു 35 ദിവസവും 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇവർക്ക് ഡ്രൈ ഫുഡ്, അതായത് നമ്മുടെ N&Tയുടെ സ്റ്റാർട്ടർ പൗഡർ ചെയ്യും. പൗഡർ ചെയ്തിട്ട് വളരെ ചെറുതായിട്ട് ചൂടുവെള്ളത്തിൽ ഇളം ചൂടുവെള്ളം ലൂപ്പ് വാട്ടറിൽ ഒന്നുമില്ല ഒഴിച്ച് നമ്മളൊരു ചെറിയ ഉരുളകളാക്കി വെച്ച് കൊടുക്കും. അപ്പോൾ ഇവരത് കഴിച്ച് പഠിക്കും. എന്നിട്ട് വെള്ളത്തിന് പകരം അമ്മയുടെ മിൽക്ക് തന്നെ ഫീഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ രാവിലെ എല്ലാവർക്കും പാലും ഒരു 4-5 മുട്ട, ഇത്രയും പേർക്ക് കൂടെ 5 മുട്ടയും പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രാവിലെ ഒരു ട്രീറ്റ് പോലെ. അതൊരു പണിയല്ലേ രാവിലെ. പിന്നെ ഒരു എത്ര കാലം ഈ ഒരു വർഷത്തിൽ ഇത് മൊത്തം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാനിപ്പോൾ ഫുള്ളി ഫാമിലേക്ക് മാറിയിട്ട് 5 വർഷമായി. 5 വർഷം. പക്ഷേ ഒരു 10-16 വർഷം കൊണ്ട് ഇതിനെ അറിയാം, കാര്യങ്ങളെല്ലാം അറിയാം. എൻ്റെ ഫസ്റ്റ് ഫീമെയിലിനെ ഇട്ടിട്ട് നിയർ ബൈ ഒരു 8 വർഷത്തിന് മേലിലാവുന്നു ഫസ്റ്റ് ഫീമെയിലിനെ. അപ്പോൾ ബ്രോ തന്നെയാണ് ഇതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും ബ്രോ തന്നെയാണ്? അത് ഗ്രൂമിംഗ് സെൻറ്ററിൽ ബ്രോ കൊണ്ടുപോകില്ല? ഗ്രൂമിംഗ് സെൻറ്ററിൽ ആക്ച്വലി ഞാൻ ഗ്രൂമിംഗ് സെൻറ്ററിൽ കൊണ്ടുപോകാറില്ല. കാര്യം ഇത്രയും നമ്പർ കിടക്കുമ്പോൾ നമുക്ക് ഇത്രയും പേരെയും കൂടെ ഒരുമിച്ച് ഗ്രൂമിംഗ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് ടെക്നിക്കലി അതൊരു പോസിബിൾ ആയിട്ടുള്ള പരിപാടിയല്ല. നല്ല പ്രൈസ് വരില്ലല്ലോ നമുക്ക് ഗ്രൂമിംഗ്? ഒരു 2000 ഒക്കെ പെർ പപ്പിക്ക് വരുമെന്ന് തോന്നുന്നു ഒരു പപ്പിക്ക് ഗ്രൂമിംഗ്. അപ്പോൾ ഒരു പപ്പിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഗ്രൂമിംഗ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നെയിൽ ക്രോപ്പ് ചെയ്ത് പിന്നെ അവരുടെ ഹെയർ ഒന്ന് ക്രോപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ കെട്ടുണ്ടെങ്കിലോ ചടയുണ്ടെങ്കിലോ അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് അത് മതിയാവും. പക്ഷേ നമ്മൾ എൻ്റെ ഇത്രയും ഡോഗ്സ് കിടക്കുമ്പോഴത്തേക്ക് അത് പോസിബിൾ അല്ല, ഇത്രയും പേരെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ഡ്രിമ്മേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ ഡ്രയേഴ്സും ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് വീക്കിലി. ഇത്രയും കാലമായില്ല നമ്മളിത് അത് ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സപ്ലിമെൻറ്റുകൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കണം. സപ്ലിമെൻറ്റ്സ് അത് സാധാരണഗതിയിൽ ന്യൂട്രിക്കോട്ട് അഡ്വാൻസ് ആണ് എല്ലാവരും കൊടുക്കുന്നത്. പക്ഷേ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന മൈബിയോ ആണ്. മൈബിയോയിൽ കുറച്ചും കൂടി റിസൾട്ട് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. പിന്നെ പപ്പീസിൻ്റെ കാര്യത്തിനോ അല്ലെങ്കിൽ ഡോഗ്സിൻ്റെ കാര്യത്തിനോ മാത്രമല്ല, എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഇതിലെ ക്വാളിറ്റിയിലോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്പറിൽ വിളിക്കാം. ബ്രോ ഏത് സമയം അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നിന്ന് പപ്പീസിന് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ പുള്ളിനെ കോൾ ചെയ്യാം. ഞാൻ പുള്ളിയുടെ നമ്പർ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ വീഡിയോയിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ ഡയറക്റ്റ്. പിന്നെ ഇവിടെ ബുക്കിംഗും ഉണ്ടല്ലേ? ബുക്കിംഗ് ഉണ്ട്. പപ്പീസ് ബുക്കിംഗ് ആണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പപ്പീസ് നിങ്ങൾക്ക് ഡോർ ഡെലിവറി കൊടുക്കും. ഡോർ ഡെലിവറി. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൂടൊക്കെ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ മാക്സിമം ഡോർ ഡെലിവറിയാണ്. പുള്ളി തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വീട്ടിലെത്തിച്ചു തരും. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട വന്ന് കണ്ടെടുക്കേണ്ടവർക്ക് വേണമെങ്കിൽ വന്ന് കണ്ടെടുക്കാം, അതിന് പ്രശ്നമില്ല. പേരൻസും ഇവിടെ എല്ലാം സ്റ്റഡ് സർവീസും ഉണ്ട്. പിന്നെ ഫീമെയിൽ എന്തെങ്കിലും ഹീറ്റായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മെയിൽ സ്റ്റഡ് മെയിലിനെ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. ആ മെയിൽ സ്റ്റഡ് മെയിലിൻ്റെ ഞാൻ വീഡിയോ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും. ആണ്. പിന്നെ അതുപോലെ തന്നെ എപ്പോൾ പപ്പീസിനെ എടുത്താലും ഒരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിച്ചോളുക, വിത്ത് സർട്ടിഫിക്കേഷൻ മാത്രമേ എടുക്കാവൂ. ആ ഒരു സജഷൻ മാത്രമേ ഇതിൽ പറയാനുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് സർട്ടിഫിക്കേഷൻ ഒരു കാരണവശാലും വിത്തൗട്ട് സർട്ടിഫിക്കേഷൻ ഡോഗ്സുകളെ എടുക്കരുത്. നമുക്ക് അത് ബ്രീഡ് ചെയ്യാനാണെങ്കിലും കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും അത് ഒരു വാല്യൂ ഉള്ള കാര്യമല്ല. അതിനകത്ത് എന്തെങ്കിലും മിക്സിംഗ് ഉണ്ടാവും. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു 1000 രൂപയല്ലേ വരുന്നുള്ളൂ ഒരു സർട്ടിഫിക്കറ്റിന്. അപ്പോൾ ഇത്രയും എമൗണ്ട് കുറച്ച് പപ്പിയെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ഒരിക്കലും പോസിബിൾ അല്ല. അത് ക്രോസ് ബ്രീഡായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ ക്രോസ് ബ്രീഡൊക്കെ ഒരു 17,000 രൂപ 18,000 രൂപയ്ക്കൊക്കെ കിട്ടും. ഒറിജിനൽ ഷിറ്റ്സുവിനെ വർഷത്തിൽ ഒരു തവണ മെയിൻറ്റെയിൻ ചെയ്ത്
ചെയ്ത് ഒരു വർഷം നമ്മൾ ഒരു മാസം ഒരു 3 കിലോ റോയൽ ക്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഫീഡ് ചെയ്ത് നമ്മളൊരു ഡോഗിനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇയർലി നമുക്ക് എങ്ങനെ പോയാലും ഒരു 10-30,000 രൂപയ്ക്ക് മേളിൽ 40,000 എക്സ്പെൻസ് വരും. അപ്പോൾ അങ്ങനെ വരുന്നൊരു ബ്രീഡിന് നമുക്ക് 10,000 രൂപയ്ക്കോ അല്ലെങ്കിൽ 12,000 രൂപയ്ക്കോ പപ്പി കൊടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ്ലി ബ്രീഡാണ്. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് എടുത്താലും വിത്ത് സർട്ടിഫൈഡ് മൈക്രോചിപ്പുള്ള ഡോഗ്സിനെ തന്നെ ചൂസ് ചെയ്തെടുക്കും. ഇത് രണ്ടും കൂടെ അവൈലബിൾ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഒത്തിരി നേരെ ഇതിന് വീഡിയോ ലെങ്ത് ഇച്ചിരി കൂടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരെ നമുക്ക് ബ്രോനെ അതുപോലെ ബ്രോയുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. ബ്രോനെ വിളിക്കാം, നിങ്ങൾക്ക് എല്ലാ സംശയം വിളിക്കാം, സംശയത്തിന് നിങ്ങൾക്ക് വിളിക്കാം. എല്ലാ സർവീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓക്കെ, ബൈ.